അസസ്മെന്റിന് പോകുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കായിട്ടുള്ള പരിശീലന പരമ്പരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ലാബ് എന്തൊക്കെ ചെയ്യണം, എക്സ്റ്റേണൽ ക്വാളിറ്റി അഷുറൻസിന് വേണ്ടി ലാബുകൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ഡോക്ടർ നിഖിലേഷ് ആണ് ക്ലാസ് എടുക്കുന്നത്. നമ്മളുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അവർക്ക് ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കേഷന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക നടപടിക്രമങ്ങൾ, ചില പ്രത്യേക സേവന പ്രവർത്തനങ്ങൾ ആ സ്ഥാപനങ്ങളിൽ നടക്കുക. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. നമ്മൾ ബേസിക്കലി അടുത്ത 3 ദിവസത്തേക്ക് ലാബ് മൊഡ്യൂളാണ് ബേസിക്കലി വരുന്നത്. അതിന്റെ ഫസ്റ്റ് സെഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് പ്രസന്റേഷൻ, ഫസ്റ്റ് ക്ലാസ് വരുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നാളെയും മറ്റന്നാളും ഉണ്ടാവും. അതുകൊണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമ്മൾ കണ്ടാൽ മതി. ബേസിക്കലി FHC ഫാമിലി ഹെൽത്ത് സെന്റേഴ്സിലെ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസ്, മെഡിക്കൽ ഓഫീസേഴ്സ് ആണ് പ്രധാനമായിട്ട് കയറിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബേസിക്കലി നമുക്കൊരു ഇന്നത്തെ ബേസിക്കലി ഒരു ജനറൽ ഔട്ട്ലൈൻ ഓവർ ദ ലാബ് മൊഡ്യൂൾ ആസ് വെൽ ആസ് ഇക്വാസ് പ്രോഗ്രാം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കും ടുമോറോ ആൻഡ് ഡേ ആഫ്റ്റർ ഉള്ള സെഷൻസ്. ബേസിക്കലി നമ്മൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FHC ലാബ് മൊഡ്യൂളും അതുപോലെ തന്നെ ഇക്വാസിനെ പറ്റിയുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ ഫസ്റ്റ് സെഷനിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇതിന്റെ എക്സ്റ്റൻഷൻ നാളെയും ഡേ ആഫ്റ്ററും ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ലാബ് ടെക്നീഷ്യൻസ്, FHC ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ട് നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. അതിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് ബാക്കി സെഷനിലേക്ക് പോകാം. നമ്മുടെ വർക്കിംഗ് അവേഴ്സ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നമ്മുടെ ലാബ് FHC ചെയ്യുന്നതാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളിലും നമ്മൾ ആക്റ്റീവായിട്ട് എല്ലാ ലാബ് ടെക്നീഷ്യൻസും ഇൻവോൾവ് ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ someone who is in charge and custodian of the lab of the FHC. അതുപോലെ മെഡിക്കൽ ഓഫീസേഴ്സിനെ we are assisting in preparing indent, procuring the equipments, reagents and consumables. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. We are the members of infection control committee of the institution and also initiation of action to procure reagents and consumables and ensure uninterrupted supply of the same. അതായത് reagents expire ആവുന്നതിന് മുന്നേ തന്നെ പുതിയ reagents ഇൻറ്റൻറ്റ് ചെയ്യാനും അതുപോലെ കൺസ്യൂമബിൾസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാനും ഉള്ള ഒരു ചുമതല കൂടെ നമുക്കുണ്ട്. അതുപോലെ സ്റ്റോക്കും പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ദ എക്യുപ്മെന്റ്, പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് ദ റെക്കോർഡ്സ്, റിയേജൻസ്, കിറ്റ്സ് ആൻഡ് സ്റ്റെയിൻസ് ഇൻ ദ ലബോറട്ടറി ഓൾസോ റെസ്പോൺസിബിലിറ്റി ആണ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം നമ്മുടെ ഈ 2-3 ദിവസത്തെ സെഷനിൽ എപ്പോഴും നമ്മൾ കാണാൻ പോകുന്ന ഒരു വാക്കാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം. ഓൾസോ കാലിബ്രേഷൻ ഓഫ് എക്യുപ്മെന്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നമ്മൾ പല രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ, എസ്പെഷ്യലി FHC ആവുന്നതുകൊണ്ട് നമ്മൾ 21ഓളം രജിസ്റ്റേഴ്സ് നമ്മളോട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അതുപോലെ കണ്ടംനേഷൻ പ്രൊസീജിയേഴ്സ്, ലാബുമായി ബന്ധപ്പെട്ട കണ്ടംനേഷൻ പ്രൊസീജിയേഴ്സിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കാൻ. പിന്നെ നമ്മുടെ ലാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തനിങ്, പലപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ ലാബിന് വേണ്ട ഇൻസ്ട്രുമെന്റ്സിന്, ഇപ്പൊ അനലൈസർ ആണെങ്കിലും ഓട്ടോമേറ്റഡ് അനലൈസർ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഫൈനർ ഇൻട്രിക്കസീസ് ആൻഡ് ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നത് എപ്പോഴും ലാബ് ടെക്നീഷ്യൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സിൽ എന്തെങ്കിലും കാലിബ്രേഷൻ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അതുപോലെ ലാബോറട്ടറി സേഫ്റ്റി പ്രോഗ്രാംസ് നമ്മുടെ ലാബിൽ, നമ്മുടെ സ്ഥാപനത്തിൽ എൻഷുർ ചെയ്യാനും സാധിക്കുന്നത് ലാബ് ടെക്നീഷ്യന്റെ നേതൃത്വം തന്നെയാണ്. ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കണം നമ്മുടെ മെഡിക്കൽ ഓഫീസറിനും ഹയർ അതോറിറ്റീസിനും റിലേറ്റ് ടു ദ ഫംഗ്ഷനിങ് ഓഫ് ദ ലാബ് ഓർ പ്രിപ്പറേഷൻ ഓഫ് LSG പ്രോജക്ട്സ്. അതായത് പലപ്പോഴും പഞ്ചായത്ത് ബേസിൽ പ്രോജക്ട്സ് വെക്കാറുണ്ട് പല ടെസ്റ്റുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പുതിയ ടെസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച്, റിയേജൻസ് പ്രൊക്യൂർ ചെയ്യുന്നതിനെ സംബന്ധിച്ച്. അതിലും ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസും ഒപ്പീനിയനും കൊടുക്കേണ്ടത് നമ്മുടെ ലാബ് ടെക്നീഷ്യൻസിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് തന്നെയാണ്. അതുപോലെ നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റൻസിന്റെയും ലാബ് അസിസ്റ്റൻസിന്റെയും റൂട്ടീൻ വർക്കിനോടൊപ്പം തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ റോളും മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിനിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് നമ്മൾ ബ്രോഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഗതി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ചുമതല. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എങ്ങനെ കൃത്യമായിട്ട് നിർവഹിക്കുന്നു എന്നുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളിലൂടെയുണ്ട്. വളരെ റെസ്പോൺസിബിൾ ആയിട്ട്, എസ്പെഷ്യലി ഇതുപോലെയുള്ള എമർജിങ് ആൻഡ് റീ എമർജിങ് വൈറൽ ഇൽനെസ്സസ് കൂടുതലായിട്ട് വരുന്ന കാലഘട്ടത്തിൽ യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് ഓർ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ഇൻഫെക്ഷൻ കൺട്രോൾ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അതുപോലെ പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും, അതുപോലെ റെസ്പെക്ട് പേഷ്യന്റ് റൈറ്റ്സ് ഓൾസോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെസ്പെക്ട് പേഷ്യന്റ് റൈറ്റ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും
ലാബോറട്ടറിയെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസിന് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിന്റെ ടേൺ അറൗണ്ട് ടൈം അറിയാന്നുള്ളതാണ്. കൃത്യമായിട്ട് എല്ലാ ടെസ്റ്റുകൾക്കും ഉള്ള ടേൺ അറൗണ്ട് ടൈം കൃത്യമായിട്ട് നമ്മൾ ലാബോറട്ടറിയുടെ പുറത്ത് തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പേഷ്യൻസ് ബൈസ്റ്റാൻഡേഴ്സ് ചോദിക്കുന്ന സംശയങ്ങൾക്കും നമ്മൾ കൃത്യമായിട്ട് ഉത്തരം നൽകേണ്ടതാണ്. അതുപോലെ പേഷ്യന്റ് രജിസ്ട്രേഷൻ, ഫ്ലിബോട്ടമിക്ക് വേണ്ടി വരുന്ന പേഷ്യൻസ്, ബ്ലഡ് കളക്ഷൻ ആൻഡ് പ്രോപ്പർ ലേബലിംഗ് ഓഫ് ബോട്ടിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളാണ്, ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ എല്ലാ റൂട്ടീൻ ആൻഡ് സ്പെഷ്യൽ ടെസ്റ്റ് ഒരു കൃത്യമായിട്ട് SOP യുടെ പിൻബലത്തിൽ കൂടെ തന്നെ നമ്മൾ ചെയ്യണം. അതായത് എല്ലാ ലാബുകളിലും കൃത്യമായിട്ട് നമ്മൾ SOP മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അത് പ്രകാരം തന്നെ നമ്മൾ എല്ലാ റൂട്ടീൻ ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും ചെയ്താൽ മതിയാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വേറെ ലീഗൽ ആൻഡ് അതർ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലീഗൽ ഇംപ്ലിക്കേഷൻസിൽ നിന്നും കൃത്യമായിട്ടൊരു SOP നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. SOP നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ഫോർമുലേറ്റ് ചെയ്ത് മെഡിക്കൽ ഓഫീസറിനെ കൊണ്ടോ അല്ലെങ്കിൽ മേലധികാരികളെ കൊണ്ടോ വെരിഫൈ ചെയ്ത് ഓതറൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ആസ് പെർ എക്സിസ്റ്റിംഗ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുടെ ആസ് പെർ എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമായിരിക്കും നമ്മൾ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് SOP പ്രകാരം കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾക്ക് എന്തെങ്കിലും മനുഷ്യ സഹജമായിട്ട് എറേഴ്സ് വരാം. എന്തെങ്കിലും എറേഴ്സ് വന്നാലും SOP നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ മൈനർ പ്രൊസീജിയേഴ്സ്, ലാബ് ടെക്നീഷ്യൻ ഷുഡ് അസിസ്റ്റ് ദ മൈനർ പ്രൊസീജിയേഴ്സ് ഇൻ മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നുണ്ട്. എസ്പെഷ്യലി നമുക്കറിയാം ഇപ്പോൾ ആന്റിജൻ ടെസ്റ്റുകളും ആന്റിബോഡി ടെസ്റ്റും കോവിഡിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും അതിൽ കൃത്യമായിട്ട് ഭാഗവക്കാവുന്നുണ്ട്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്ന ഒരു സംഭവമാണ്. പ്രൊവൈഡഡ് വി ആർ പ്രോപ്പർലി ട്രെയിൻ ടു ഡു വാട്ട് എവർ വി ആർ ഗോയിങ് ടു ഡു. അതുപോലെ ടെസ്റ്റ് റിസൾട്ട്സ് സമയബന്ധിതമായിട്ട് നെസസറി ഇൻസ്ട്രക്ഷൻസോടെ തന്നെ പ്രിസ്ക്രൈബ് ടൈം ഷെഡ്യൂളിൽ പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും കൊടുക്കുക എന്നുള്ളതുണ്ട്. അതുപോലെ മലേറിയ പ്രോഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് നമുക്കറിയാം. അപ്പൊ മലേറിയൽ പാരസൈറ്റ്സിന്റെ തിക് ഫിലിം തിൻ ഫിലിം ഉണ്ടാകുന്നതും ചെയ്യുന്നതും പോസിറ്റീവ് സ്ലൈഡ്സ് ജില്ലാ മേലധികാരികളെ അറിയിക്കുന്നതും മെഡിക്കൽ ഓഫീസറെ അറിയിക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രിട്ടിക്കൽ വാല്യൂസ് ടു ദ ട്രീറ്റിംഗ് മെഡിക്കൽ ഓഫീസേഴ്സ് കൃത്യമായിട്ട് പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ വാല്യൂസ് എന്താണ് എന്ന് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ആർക്കെങ്കിലും പറയാമോ? എന്താണ് ക്രിട്ടിക്കൽ വാല്യൂസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും പറയാമോ എന്താണ്? നോർമൽ വാല്യൂസ് ആണ് PHC കീഴ്മാട് നേടിയിരിക്കുന്നത്. നോർമൽ വാല്യൂ ആണോ ക്രിട്ടിക്കൽ വാല്യൂ? നോർമൽ വാല്യൂ അങ്ങനെയാണ് നമ്മൾ ഡോക്ടറിനെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്ന ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടെസ്റ്റിന്, ഇപ്പോ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയെന്ന് വെക്കുക. യെസ്, നോക്കിയ 2.1 പറഞ്ഞിട്ട് അബ്നോർമൽ വാല്യൂ, ശരണ്യ പറഞ്ഞിട്ട് ഹയർ ദാൻ നോർമൽ വാല്യൂ. ശരിയാണ്. ആക്ച്വലി ക്രിട്ടിക്കൽ ലൈഫ് ത്രെട്ടനിങ് വാല്യൂസ്, ഇതാണ് കുറെ കൂടെ കൃത്യമായിട്ടുള്ള ഉത്തരം തോന്നുന്നു വന്ന റിപ്ലൈസിൽ. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് ഇപ്പൊ അബ്നോർമൽ വാല്യൂസ് നമുക്ക് സാധാരണത്തിൽ പല ടെസ്റ്റുകൾക്കും വരാം. ഉദാഹരണത്തിന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യാൻ വേണ്ടി ഒരു പേഷ്യന്റ് വന്നു. നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്തപ്പോൾ നമുക്ക് 30 കിട്ടി. അതൊരു ക്രിട്ടിക്കൽ വാല്യൂ ആണ്. നമ്മൾ അടിയന്തരമായിട്ട് ഡോക്ടറിനെ അറിയിക്കേണ്ടതാണ്. മോസ്റ്റ്ലി 30 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് മിക്കവാറും ഫുൾ ബോധത്തിലായിരിക്കില്ല. അപ്പൊ അതുപോലെയുള്ള വളരെ അബ്നോർമൽ ആയിട്ടുള്ള വാല്യൂസ് വന്നാൽ, പാനിക് വാല്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മെഡിക്കൽ ഓഫീസറിനെ അറിയിച്ച് ഉടനെ തന്നെ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. ഡോക്ടർ ബാക്കിയുള്ള ആക്ഷൻ എടുക്കുന്നു, ബാക്കിയുള്ള മാനേജ്മെന്റ് ചെയ്യുന്നു. പിന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷാൽ ഡിസ്പ്ലേ ദ ഇൻവെസ്റ്റിഗേഷൻസ് ബീങ് ക്യാരിഡ് ഔട്ട് ആൻഡ് ടൈം റിക്വയർഡ് ഫോർ ദ സെയിം. അതായത് ഒരു ടെസ്റ്റിന് ടേൺ അറൗണ്ട് ടൈം, അതായത് ഇപ്പോൾ പേഷ്യന്റ് വന്ന് നമ്മുടെ ലാബിൽ ബ്ലഡ് തന്നു, നമ്മൾ പ്രോസസ്സ് ചെയ്തു, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് പേഷ്യന്റെ കയ്യിലേക്ക് റിപ്പോർട്ട് കൊടുക്കാൻ എടുക്കുന്ന സമയം. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിന് ഇപ്പൊ യൂറിൻ റൂട്ടീൻ ആണ് ചെയ്യുക, അല്ലെങ്കിൽ യൂറിൻ കൾച്ചർ ആണ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റ് ആണ് ചെയ്യുക, ആ ടെസ്റ്റിന് ശരിക്കും എടുക്കുന്ന സമയം ഒരു 15 മിനിറ്റ്സോ 20 മിനിറ്റ്സോ ആണെന്ന് ഇരിക്കുക. പക്ഷെ എപ്പോഴും നമുക്കൊരു 10 മിനിറ്റ്സോ പ്ലസ് ഓർ മൈനസ് 10 മിനിറ്റ്സ് നമുക്ക് എപ്പോഴും ഒരു ലാഗ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതോടെ കണക്കാക്കിയിട്ട് ടേൺ അറൗണ്ട് ടൈം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ വരുമ്പോൾ പേഷ്യൻസിന് ഓൾറെഡി അറിയാം ഈ പറയുന്ന ടെസ്റ്റിന് ഒരു മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ 45 മിനിറ്റ്സിൽ ടെസ്റ്റ് കഴിഞ്ഞാലും നമുക്ക് വലിയ പ്രശ്നമില്ല, വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും റിസൾട്ട് വൈകി എന്ന് പറയുന്നുണ്ടാവാൻ പോകുന്നില്ല. അതാണ് ടേൺ അറൗണ്ട് ടൈം കൃത്യമായിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. പിന്നെ ഫെസിലിറ്റി അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു കോൺടെക്സ്റ്റിൽ ബയോമെഡിക്കൽ ബേസ് മാനേജ്മെന്റ് ലബോറട്ടറി ആസ് പെർ ദ എക്സിസ്റ്റിംഗ് റൂൾസ്. ബയോമെഡിക്കൽ ബേസ് മാനേജ്മെന്റ് റൂൾസ് ഇമേജുമായി ടൈപ്പുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മൈനർ ചേഞ്ചസും കളർ കോഡിങ്ങിലൊക്കെ വ്യത്യാസം, സെഗ്രിഗേഷനിൽ വ്യത്യാസം വരും. ആസ് പെർ ദ എക്സിസ്റ്റിംഗ് റൂൾസ് നമ്മൾ പ്രോപ്പർ ബയോമെഡിക്കൽ ബേസ് മാനേജ്മെന്റ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ,
പബ്ലിക് ഹെൽത്ത് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. നമുക്കറിയാം IDSP എൽ ഫോം ഉണ്ട്. എൽ ഫോം കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. ആ എൽ ഫോംസ് ഡിസ്ട്രിക്ട് സർവൈലൻസ് യൂണിറ്റിലേക്ക് മെഡിക്കൽ ഓഫീസർ വഴി നമ്മൾ വീക്ക്ലി ബേസിൽ അയക്കണം. പബ്ലിക് ഹെൽത്ത് എമർജൻസീസിൽ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇതുപോലെയുള്ള പാൻഡമിക് സിറ്റുവേഷൻസിൽ നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ആസ് പെർ ദ FHC നോംസ് ഓൾസോ വി ഷുഡ് ഡു. ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂളും ലാബ് സേഫ്റ്റി റൂൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ലീഗൽ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഓൾസോ ദേ ആർ ഓൾസോ ബൗണ്ട് ടു ഒബേ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസ് കോഡ് ഓഫ് എത്തിക്സ്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് ഈ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസിന്റെ കോഡ് ഓഫ് എത്തിക്സിൽ വരുന്നതാണ്. അതുപോലെ എല്ലാ പേഷ്യന്റ് വാല്യൂസും കോൺഫിഡൻഷ്യൽ ആണ്. നമ്മൾ പേഷ്യന്റിനോ പേഷ്യന്റെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബൈസ്റ്റാൻഡേഴ്സിനോ അപ്പുറത്തേക്ക് നമ്മൾ ഈ പറയുന്ന കോൺഫിഡൻഷ്യൽ വാല്യൂസ് നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റിംഗ് ഡോക്ടറിന് കൊടുക്കാം, വേറെ ആൾക്ക് നമുക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതും ഉണ്ട്. ഓക്കെ, മീറ്റിംഗ്സ് കോൺഫറൻസ് നമുക്കറിയാം. സ്റ്റാഫ് മീറ്റിംഗ്സ് ഉണ്ട്, HICC കമ്മിറ്റിയുടെ മീറ്റിംഗ്സ് ഉണ്ട്. അതുപോലെ വേരിയസ് ട്രെയിനിങ്സ് ആസ് ഡയറക്ടഡ് ബൈ അതോറിറ്റീസ് ഓൾസോ വി ഷുഡ് അറ്റൻഡ്. അതർ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് any other technical duties in connection with the above duties as directed by the medical officer also we are supposed to. നമ്മൾ ഒരു സാധാരണ FHCകളിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള കോമൺ പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇത് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, ബേസിക് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ഒരു 11(1), 11(2A) വരെയുള്ള ലാബുകളിൽ ചെയ്യേണ്ട എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ FHC ലാബുകളിൽ ചെയ്യുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ പലയിടത്തും ഉണ്ട്, മിക്ക സ്ഥലത്തും ഉണ്ട്. ഹെമറ്റോളജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ കളക്ഷൻ ചെയ്യണം, ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ, ടോട്ടൽ ലൂക്കോസൈറ്റ് കൗണ്ട്, ഡിഫറൻഷ്യൽ കൗണ്ട്, ESR, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യണം. ഓരോ ടെസ്റ്റിന്റെയും ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, അത് ഇതിന്റെ കോൺടെക്സ്റ്റിലുള്ളതല്ല. ബയോകെമിസ്ട്രി, യൂറിയ, ക്രിയാറ്റിനിൻ, സീറിയം കൊളസ്ട്രോൾ, ലിപ്പിഡ് പ്രൊഫൈൽ, HbA1c, സീറം ബിലിറൂബിൻ, FPS പറയുന്ന ടെസ്റ്റുകൾ. സീറോളജിയിൽ HbS-AG ഉണ്ട്, വൈഡാൽ ഉണ്ട്, VDRL ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്, യൂറിൻ റൂട്ടീൻ ഉണ്ട്, യൂറിൻ അസെറ്റോൺ, യൂറിൻ ബൈ. അതുപോലെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട എല്ലാ ടെസ്റ്റുകളും, മലേറിയൽ പ്രോഗ്രാം, മലേറിയ ടെസ്റ്റുകൾ, RNTCP പ്രോഗ്രാംസിലെ ടെസ്റ്റുകൾ, NLEP പ്രോഗ്രാംസിലെ ടെസ്റ്റുകൾ, ഈ പറയുന്ന ടെസ്റ്റുകൾ നമ്മൾ FHCയിൽ ചെയ്യേണ്ടതാണ്. FHCകളിൽ മിക്കവാറും ഈ പറയുന്ന പോലെ RNTCP പ്രോഗ്രാം DMC ആയിട്ട് മാറ്റിയിട്ടുണ്ട് പല FHCകളും. ഇനി നമ്മൾ സാമ്പിൾ കളക്ഷന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലാബ് ടെക്നീഷ്യൻ അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ റിമൈൻഡർ ആയിട്ട് കണക്കാക്കിയാൽ മതി. എല്ലാ സാമ്പിളും പ്രോപ്പർ ലേബലിംഗ് എൻഷുർ ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പർ ലേബലിംഗ് ഇല്ലാത്ത സാമ്പിൾസ് നമ്മൾ പ്രോസസ് ചെയ്യാൻ എടുക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലബോട്ടമിയിൽ വെയിൻ ലൊക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യണം. അപ്രോപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കണം. ഏത് ടൈപ്പ് ടെസ്റ്റ് ആണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്രോപ്പറേറ്റ് ആയിട്ട് വാക്യൂട്ട്, ചിലപ്പോൾ കോയാഗുലേറ്റഡ് ബ്ലഡ് ആന്റികോയാഗുലന്റ് ഉള്ള വാക്യൂട്ടേറ്റർ ആയിരിക്കും എടുക്കേണ്ടി വരിക. ചില സമയത്ത് അതല്ലാത്ത വാക്യൂട്ടേറ്റർ ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. ഏത് ടെസ്റ്റിനാണോ എടുക്കുന്നത് അതനുസരിച്ചുള്ള വാക്യൂട്ടേറ്റർ നമ്മൾ അല്ലെങ്കിൽ അപ്രോപ്പറേറ്റ് കണ്ടെയ്നർ ബ്ലഡ് കളക്ഷൻ ഉപയോഗിക്കണം. യൂറിൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെറൈൽ കണ്ടെയ്നർ ആണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കേണ്ടത്. പ്രോപ്പർ മിക്സിംഗ് ഓഫ് ദ സാമ്പിൾസ് വിത്ത് ആന്റികോയാഗുലന്റ് ആഫ്റ്റർ കളക്ഷൻ നമ്മൾ ഇത് ചെയ്യണം. നീഡിൽ കട്ടർ ഉപയോഗിക്കണം. അതാണ് അഡിക്കേറ്റ് അപ്രോപ്പറേറ്റ് വാക്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നതിന് ഇമ്പോർട്ടൻസ് ആണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. നീഡിൽ കട്ടറിന്റെ കാര്യമാണ് പറയുന്നത്. സാമ്പിൾ മിക്സർ ഇസ് അഡ്വൈസബിൾ. യൂറിൻ ആൻഡ് സ്പ്യൂട്ടം ഷുഡ് ബി കളക്ടഡ് ഇൻ ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. സാമ്പിൾ റിജക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇംപ്രോപ്പർലി ലേബിൾഡ് ആയിട്ടുള്ള ഒരു സാമ്പിളും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പ്രോസസ് ചെയ്യാൻ വേണ്ടി എടുക്കരുത്. അതുപോലെ റീഡബിൾ അല്ലാത്തുള്ള ലേബിൾസ് ആയിട്ട് വന്നേക്കുന്ന സാമ്പിൾസ് നമ്മൾ എടുക്കരുത്. ടെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കാളും കൂടുതലാണ് എപ്പോഴും നമുക്കറിയാവുന്ന പോലെ ഒരു റോങ് പേഷ്യന്റിന്റെ റോങ് റിസൾട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. എസ്പെഷ്യലി ഇത് എല്ലാ ടെസ്റ്റുകൾക്കും ബാധകമാണ്. ഈ പറയുന്ന പോലെ പാൻഡമിക് സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള പേഷ്യന്റ് തന്നെ റിസൾട്ട്സ് ആയിരിക്കും നമ്മൾ ജനറേറ്റ് ചെയ്യാന്നുള്ളത്. സോ സാമ്പിൾ ഷുഡ് ബി റിജക്റ്റഡ് ഇഫ് നോട്ട് മാച്ചിങ് ദ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഇപ്പൊ ഈ പറയുന്ന കോവിഡിന്റെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഇപ്പൊ പുതിയ SRF ID ജനറേറ്റ് ചെയ്ത് നമ്മുടെ ലാബിലേക്ക് വരാത്ത ടെസ്റ്റുകളൊന്നും, ആന്റിജൻ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പുതിയ ലാബ് സിസ്റ്റം പോർട്ടലിൽ എൻട്രി ചെയ്ത് വരാത്ത SRF ID ജനറേറ്റ് ചെയ്ത് വരാത്ത സാമ്പിൾസ് നമുക്ക് ചെയ്യാൻ തൽക്കാലം നിർവാഹമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് SRF ID ഉണ്ട് നമ്മൾ ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റൂ.
പിന്നെ ഇൻകറക്ട്ലി കളക്റ്റഡ് സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം. റോങ് ചോയ്സ് ഓഫ് വയൽസ് ഓൾസോ ഷുഡ് ബി റിജക്റ്റഡ്. പിന്നെ ഹെമറ്റോളജി പ്രൊസീജിയേഴ്സിൽ വരുന്ന സാമ്പിളിൽ ക്ലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യണം. ഇൻഎഡിക്വേറ്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്യണം. ഡൈല്യൂട്ടഡ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്യണം. ഹിമോലൈസ് സാമ്പിൾ ആണെങ്കിൽ റിജക്ട് ചെയ്യണം. സാമ്പിൾസ് വിത്തൗട്ട് ലേബിൾ റോങ് ലേബിൾ ആണ് റിജക്ട് ചെയ്യണം. സിറോളജിക്ക് വരുന്ന ലൈപ്പീമിക് സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യണം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇതില് അഗൈൻ ഞാൻ പറയുന്നു, കോവിഡിന്റെ കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പൂൾഡ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി പൂൾഡ് PCR വേണ്ടി വരുന്ന സാമ്പിൾസ് ആണെങ്കിൽ 0.5 ml VTM അതിന്റെ എന്തായാലും ഉണ്ടാവണം. അതിലും കുറഞ്ഞ എമൗണ്ടിലുള്ള സാമ്പിൾ ആണ് നമുക്ക് എത്തുന്നതെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്കത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആന്റിജൻ ടെസ്റ്റ് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അതിനോടൊപ്പം വന്നേക്കുന്ന ബഫറിൽ വരാത്ത സാമ്പിൾസ് നമുക്ക് ഒരിക്കലും ആന്റിജൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നേരത്തെ ഹീമോഗ്ലോബിൻ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഓൺലി ബൈ സ്റ്റാൻഡേർഡ് മെത്തേഡ്. സ്റ്റാൻഡേർഡ് മെത്തേഡ് വഴി മാത്രമേ നമ്മൾ, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, നമ്മൾ എല്ലാ ടെസ്റ്റുകൾക്കും നമ്മൾ SOP ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ സയൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ് ആണ് റെഫറൻസ് മെത്തേഡ്. Okay, so this reagent should be discarded if the reagent becomes turbid or the pH is found to be outside 7 or 7.4, and the standard for hemoglobin should be kept in the dark and contamination should be avoided. ഞാനൊരു ഈ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അതുപോലെ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷന്റെ സമയത്ത് നമുക്ക് കോമൺ ആയിട്ട് വരാൻ പറ്റുന്ന പോസിബിൾ എറേഴ്സ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് മിക്സിംഗ് ഓഫ് ബ്ലഡ് സാമ്പിൾ ഉണ്ട്, inaccurate pipetting ഉണ്ട്, and the use of badly calibrated pipettes, inadequate mixing of blood with the solution ഉണ്ട്, അതുപോലെ exposure of the preparation to the direct sunlight for a long period. ഇത്രയും സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ടെസ്റ്റിൽ എറേഴ്സ് വരാം. ഇനി ESR ടെസ്റ്റിൽ ഉണ്ടാവുന്ന പോസിബിൾ എറേഴ്സ് ആണ് ഈ പറയുന്നത്. ടിൽറ്റഡ് ആയിട്ടുള്ള ESR ട്യൂബ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എറർ വരാം, പെർഫോമൻസിൽ ഡിലേ വരാം, ക്ലോട്ടഡ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിലും പ്രശ്നം വരാം, ആന്റികോഗുലന്റ് എക്സസ് ആണെങ്കിലും ESR റീഡിങ്ങിൽ എറേഴ്സ് വരാം, ട്യൂബിൽ ബബിൾസ് ഉണ്ടെങ്കിലും ഈ പറയുന്ന എറേഴ്സ് വരാം. ഒരിക്കലും റെഫ്രിജറേറ്റഡ് സാമ്പിൾ ESRന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. മലേറിയ സ്മിയർ പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും തിക്ക് ആൻഡ് തിൻ സ്മിയേഴ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ GMSAR സ്റ്റെയിൻ എപ്പോഴും വെച്ച് വേണം സ്റ്റെയിൻ ചെയ്യാനായിട്ട്. പല സ്ഥലങ്ങളിലും GMSAR സ്റ്റെയിൻ ഇല്ല എന്ന് പറയുന്നത്, GMSAR സ്റ്റെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്റന്റ് ചെയ്ത GMSAR സ്റ്റെയിൻ ഉറപ്പുവരുത്തുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. എസ്പെഷ്യലി FHC ബേസിൽ തന്നെ ചെയ്യേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ് ഈ പറയുന്നത് മലേറിയ സ്മിയർ. അതുപോലെ BT-CT ചെയ്യുന്ന സമയത്ത് എപ്പോഴും 30 സെക്കൻഡ് ഇന്റർവെല്ലിൽ നമ്മൾ ടെസ്റ്റ് നോക്കിയിരിക്കും. അടുത്ത സംഭവം എന്ന് പറയുന്നത് ടോട്ടൽ കൗണ്ട് ചെയ്യുന്ന സമയത്ത് വരാൻ പറ്റുന്ന പോസിബിൾ എറേഴ്സ് ആണ്. എറേഴ്സ് ഇൻ ഡൈല്യൂഷൻ വരാം, എറേഴ്സ് ഇൻ കൗണ്ടിങ് വരാം, എറേഴ്സ് ഇൻ കാൽക്കുലേഷൻ വരാം, ഫെയിലിയർ ടു വൈപ്പ് എക്സസ് ബ്ലഡ് ഫ്രം ദ എൻഡ് ഓഫ് ദ പിപ്പറ്റ് വരാം. അതുപോലെ കൗണ്ടിങ്ങിന് മുന്നേ തന്നെ സാമ്പിൾ ഡ്രൈ ആയി പോകുന്നൊരവസ്ഥ വരാം, കൗണ്ടിങ് ചേമ്പറിൽ നിന്ന് സാമ്പിൾ ഓവർഫ്ലോ ചെയ്യുന്നൊരവസ്ഥ വരാം, മൈക്രോസ്കോപ്പ് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് മാത്രമേ നമ്മൾ ടോട്ടൽ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ക്ലീനിങ് ദ കൗണ്ടിങ് ചേമ്പർ വിത്ത് വാട്ടർ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ്, ഡ്രൈ സോഫ്റ്റ് ഫ്ലോ. പ്ലേറ്റ്ലെറ്റ് എസ്റ്റിമേഷൻ ആണെന്നുണ്ടെങ്കിൽ 5 ഫീൽഡ് നമ്മൾ കൗണ്ട് ചെയ്യുക, ആവറേജ് എടുക്കുക, മൾട്ടിപ്ലൈ ബൈ 15,000. അതാണ് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമുക്ക് കിട്ടും. ഓട്ടോമേറ്റഡ് മെഷീൻ ആയിട്ട് ഓൾമോസ്റ്റ് കമ്പയറബിൾ ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് കിട്ടുക. 50,000 താഴെയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറിന്റെ പ്രസൻസിൽ വേണം നമ്മൾ ചെയ്യാൻ. ആൽക്കലൈൻ യൂറിൻ, ആൽക്കലൈൻ ഡ്രഗ്സ്, ബീഫ് ഇൻടേക്ക്, ഇതെല്ലാം കാരണം ഫാൾസ് പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ സ്ട്രിപ്പ് ടെസ്റ്റ് വരാം. ഹെൻസ് ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡ്, സൾഫോസലിസിലിക് ആസിഡ് വഴി നമ്മൾ കൺഫേം ചെയ്യാം. അതുപോലെ ബയോകെമിസ്ട്രി ടെസ്റ്റുകളായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ 10 to 12 hours ഫാസ്റ്റിംഗ് ഇസ് എസെൻഷ്യൽ ഫോർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആസ് വെൽ ആസ് ഫാസ്റ്റിംഗ് ലിപിഡ് പ്രൊഫൈൽ. ആൽക്കഹോൾ കൺസംഷൻ, സ്മോക്കിംഗ്, സ്ട്രെനസ് എക്സസൈസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പേഷ്യന്റ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കാം. അതുപോലെ ലൈപ്പീമിയ ഉണ്ടോയെന്നും ഹീമോലൈസിസ് ഉണ്ടോയെന്നും നോക്കണം. എല്ലാ ദിവസവും സാമ്പിൾ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ഇന്റേണൽ QC നടത്തിയിരിക്കണം.
കൺട്രോളിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്റ്റീവ് മെഷേഴ്സ് ചെയ്തിട്ട് മാത്രമേ ആക്ച്വൽ ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഡിറ്റർജന്റ് കണ്ടെയ്നിങ് അമോണിയ മൈൻസും സ്ട്രോങ് ഓക്സിഡൻ ഡിസിൻഫെക്ഷൻ ഷുഡ് നോട്ട് ബി യൂസ് ഫോർ വാഷിംഗ് ഗ്ലാസ് വെയർസ് വാഷ് ചെയ്യാൻ സമയത്ത് നമ്മൾ ഡിറ്റർജന്റ് അമോണിയം അയണും ഓക്സിഡൈസിങ് ഡിസിൻഫെക്റ്റന്റ് ഉള്ള ഡിറ്റർജൻസ് കഴിയുന്നതും ഉപയോഗിക്കരുത്. പിന്നെ എപ്പോഴും ഈ ഓട്ടോമേറ്റഡ് മെഷീൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ ഷുഡ് ബി മാച്ച്ഡ് വിത്ത് പ്രിന്റ് ഔട്ട് ഓഫ് ദ റിസൾട്ട്. പലപ്പോഴും സംഭവിക്കുന്നത് റിസൾട്ട്സ് എടുത്തെഴുതുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് കാരണം പേഷ്യന്റ് വാല്യൂസിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വരാം. അത് ക്ലിനിക്കൽ മാനേജ്മെന്റിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഞാൻ മുന്നേ തന്നെ പറഞ്ഞു, നമുക്ക് ഒരു SOP നമ്മുടെ ലാബിൽ ഉണ്ടാക്കിയിരിക്കണം. ഈ SOP എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കിറ്റോ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെയോ കൂടെ വന്നേക്കുന്ന കിറ്റ് ലിറ്ററേച്ചറുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള SOP തന്നെ ആയിരിക്കണം. SOP പ്രകാരമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാ പ്രൊസീജിയേഴ്സും കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ, ഭാവിയിൽ നമുക്കൊരു മെഡിക്കോ ലീഗൽ ഇംപ്ലിക്കേഷൻസ് വന്നാലും നമുക്കത് കാണിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്രൂവ്ഡ് ആൻഡ് വെരിഫൈഡ് SOP ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കാൻ സാധിക്കും. ഓൾവേസ് റീച്ച് ചെയ്ത് ക്രിട്ടിക്കൽ വാല്യൂസ്. നേരത്തെ പറഞ്ഞു, വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വാല്യൂസ് കിട്ടുകയാണെങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ ചെയ്ത് കൺഫേം ചെയ്യണം. ഉടനെ തന്നെ നമ്മൾ മെഡിക്കൽ ഓഫീസറിനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും വേണം. കാർഡ് ടെസ്റ്റ് ഫോർ ഡെങ്കി ആൻഡ് ലെപ്റ്റോസ്പൈറോസിസ് വീക്ക് പോസിറ്റീവ് ആണെങ്കിൽ റിപ്പീറ്റ് പ്രൊസീജിയർ. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, നമ്മുടെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട ആന്റിജൻ ടെസ്റ്റ് ചെയ്യുമ്പോഴും പലപ്പോഴും ഫെയിൻ ലൈൻ, ബോർഡർ ലൈൻ പോസിറ്റീവ് എന്നൊക്കെ രീതിയിലുള്ള ലൈന് വരുമ്പോൾ ഒന്ന് സബ്ജക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. ചിലപ്പോൾ നമുക്ക് ഈ പല ഷാഡോസ് കാരണം ഈ പറയുന്ന പോലെ നമുക്കൊരു ഫെയിൻ ലൈൻ ഉള്ള പോലെ തോന്നാം കാർഡ് ടെസ്റ്റിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം പ്രായോഗികമായിട്ട്. ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ പേഷ്യന്റ് SRF ഐഡിയിലോ SRF ഡീറ്റെയിൽസിലോ പേഷ്യന്റ് ക്ലോസ് കോൺടാക്ട് ആണോ, പേഷ്യന്റ് ഇത് പറയുന്ന പോലെ എപ്പിഡമോളജിക്കൽ ലിങ്കേജ് ഉള്ള പേഷ്യന്റ് ആണോ നമ്മൾ ഉറപ്പുവരുത്തുക. ആണെന്നുണ്ടെങ്കിൽ പെയിൻ ലൈൻ ആണെങ്കിലും പ്രായോഗികമായിട്ട് നമുക്ക് പോസിറ്റീവ് തന്നെ കൊടുക്കാം. കിറ്റ് ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട് പെയിൻ ലൈൻ ആണെങ്കിൽ പോസിറ്റീവ് കൊടുക്കാമെന്ന്. പക്ഷേ നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ലൈനാണ്, നമുക്ക് ഈ പറയുന്ന പേഷ്യന്റ് ഒരു സിംറ്റം ഇല്ലാത്ത പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ഐഡിയലി നമ്മൾ ഒന്നുകൂടെ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ RT-PCR ടെസ്റ്റിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ RT-PCR ടെസ്റ്റിന് അയച്ചിട്ട് അതിന്റെ റിസൾട്ട് നോക്കിയ ശേഷം അത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്യാവുന്നതാണ് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ കാർഡ് ബേസ്ഡ് ടെസ്റ്റിനും ICT-കൾക്കും ലാറ്ററൽ ഫ്ലോ ബേസ്ഡ് ടെസ്റ്റിനും ഒരു കൺട്രോൾ ലൈൻ നിർബന്ധമായിട്ട് വന്നിരിക്കണം. കൺട്രോൾ ലൈൻ വന്നാൽ മാത്രമേ ടെസ്റ്റ് വാലിഡ് ആവുള്ളൂ. കൺട്രോൾ ലൈൻ വരാത്ത ടെസ്റ്റുകൾ നമ്മൾ ഒരിക്കലും ടെസ്റ്റ് ലൈനിന്റെ ഭാഗത്ത് പോസിറ്റീവ് വന്നാലും അത് റീഡ് ചെയ്യരുത്. ആ ടെസ്റ്റ് ഇൻവാലിഡ് ആണ്. ബിലിറൂബിൻ എസ്റ്റിമേഷന് ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ സാമ്പിളിലേക്ക് വരാൻ പാടുള്ളതല്ല. ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിന് അതുപോലെ ഒബ്റ്റൈൻഡ് വാല്യൂ ലീനിയർ ലൈനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ നമ്മൾ നടത്തണം. CRP, റൊമറ്റോയിഡ് ഫാക്ടർ ആൻഡ് ASO ചെയ്യുമ്പോൾ. വൈഡാൽ ടെസ്റ്റ് ആണെങ്കിൽ ടൈറ്റേഴ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ നോക്കണം. വൈഡാൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് മാത്രം നോക്കാതെ വൈഡാൽ ടൈറ്റർ നോക്കിയാൽ വെച്ചാൽ ഗ്രേറ്റർ ദാൻ 1:8 160 ആണെങ്കിൽ മാത്രമേ പോസിറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. 1:80 എന്ന് പറയുന്നത് ബോർഡർ ലൈൻ ആണ്. അതുകൊണ്ട് ടൈറ്റർ വാല്യൂസ് നമ്മൾ കൊടുത്തിരിക്കണം. സീറോളജി ഇൻവെസ്റ്റിഗേഷന് കാർഡ് ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവിഷണൽ റിപ്പോർട്ടായിട്ട് കൊടുത്ത ശേഷം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ELISA PCR ടെസ്റ്റിന് വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കണം. റിമാർക്സ് ആയിട്ട് നമുക്കത് കാണിക്കാവുന്നതാണ്. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ലൈപ്പീമിക് സാമ്പിളോ ലൈസ്റ്റ് സാമ്പിളോ ഒക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ രണ്ടാമതൊരു സാമ്പിൾ നമുക്ക് കിട്ടാൻ എന്തെങ്കിലും പ്രായോഗികമായ പ്രശ്നമോ അല്ലെങ്കിൽ ഈ റിസൾട്ട് നമ്മൾ കൊടുക്കേണ്ട നിർബന്ധിതരായാൽ ഐഡിയലി ഈ പറയുന്ന സാമ്പിൾസ് നമ്മൾ റിജക്ട് ചെയ്യണം. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ഈ റിസൾട്ട് കൊടുക്കാൻ നിർബന്ധിതരായാൽ നമ്മൾ ആ റിപ്പോർട്ടിന്റെ റിമാർക്സിൽ സാമ്പിളിന്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ക്വാളിറ്റി അസസ്മെന്റ് ഈ പറയുന്ന രണ്ട് വാക്കുകൾ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന സംഭവമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാമോ? എന്താണ് ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി അസസ്മെന്റ്? ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി അസസ്മെന്റും എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഒരുപാട് പ്രോഗ്രാംസ് എൻക്വാസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതില് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ക്വാളിറ്റി അസസ്മെന്റ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? അല്ലെങ്കിൽ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ
എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ, അങ്ങനെയുള്ള വാക്കുകളും കേട്ടിട്ടുണ്ടാവും. എന്താണ് വ്യത്യാസം എന്ന ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ഉറങ്ങിപ്പോയി തോന്നുന്നു, ആരും കമന്റ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ക്വാളിറ്റി അസസ്മെന്റ് മീൻസ് അസസിംഗ് ചെക്ക് പോയിന്റ്സ്. ഓക്കെ, quality control means study about errors and to rectify that errors. IQC for accuracy. Okay, check the instrument and the proper work. Okay, internal from lab. Okay, internal quality control എന്താണെന്നുള്ളതാണ് പറയുന്നത്. EQC for precision, LT from. Okay, ബേസിക്കലി എല്ലാവരും പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറെക്കുറെ കൃത്യമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് നമുക്ക് കാണാം, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതൊരു ലാബിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ടു ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ആൻ ഓർഗനൈസേഷൻ വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി. ഈ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ലാബുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഏരിയാസും കവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ലാബിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ലാബിന്റെ HR, ലാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ലാബിന്റെ പ്രോസസ്സും പ്രൊസീജിയേഴ്സും, ടെസ്റ്റ് ചെയ്യുന്നതിന്റെ മെത്തേഡ്സ്, SOP ഉണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ട് നോക്കുന്ന ഒരു സംഭവമാണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ വരുന്ന സംഭവമാണ് ക്വാളിറ്റി പ്ലാനിങ്. അതായത് പ്രോബ്ലംസ് ഒരു ലാബിൽ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് അതുമായിട്ട് വേണ്ടത്. പിന്നെ ഇത് വളരെ ക്വാളിറ്റി പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ സൊല്യൂഷൻസ് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോമൻസസ് മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ, സാറ്റിസ്ഫാക്ടറി ലെവലിലേക്ക് നമ്മുടെ ലാബിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ലാബ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ ലാബിൽ ചെയ്യാൻ പോകുന്ന ടെസ്റ്റുകളുടെയും പ്രോസസ്സുകളുടെയും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് കമന്റ് ബോക്സിൽ തന്നെ ഒരാൾ സൂചിപ്പിച്ച പോലെ ഇറ്റ് ഈസ് മെന്റ് ടു ഡിറ്റക്ട് ദ പ്രോബ്ലംസ് ഏർലി ഇനഫ് സോ ദാറ്റ് കോൺസിക്വൻസസ് ക്യാൻ ബി പ്രിവെന്റഡ്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രോബ്ലംസ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുകയാണ്. ക്വാളിറ്റി പോളിസി ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും, കൺസിഡറബിൾ സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റയുടെ ബേസിസിലായിരിക്കും ഇത് ഉണ്ടാക്കുക. അതിന്റെ ബേസിസിൽ നമ്മൾ പീരിയോഡിക് ആയിട്ട് അസസ്മെന്റ് നടത്തുന്നതാണ് ക്വാളിറ്റി അസസ്മെന്റ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നമ്മൾ ഉണ്ടാക്കുന്നത് എപ്പോഴും ട്രെയിനിങ്സ് വഴിയും. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ലാബ് റിസൾട്ട് തെറ്റായിട്ട് വന്നു, അപ്പൊ അതിന്റെ റീസൺ ചിലപ്പോൾ മെഷീന്റെ കാലിബ്രേഷന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ റീസൺ ചിലപ്പോൾ ആ മെഷീന്റെ എന്തെങ്കിലും വേറെ ആൻഡ് ടയർ കൊണ്ട് ആ മെഷീന് ആക്ച്വലി പ്രശ്നമായതായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നീഷ്യനെ ഈ പറയുന്ന പെർട്ടിക്കുലർ ടെസ്റ്റിനുള്ള എക്സ്പെർട്ടൈസിന്റെ അഭാവമായിരിക്കും. ഇതെല്ലാം മനസ്സിലാക്കി ആ പ്രശ്നത്തിന് എസ്പെഷ്യലി മെഷീൻ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ മെഷീൻ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ടെക്നീഷ്യന് കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് അതിൽ സ്കില്ല് ബെറ്റർ ആക്കുക. അങ്ങനെ വഴിയാണ് നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടത്താൻ സാധിക്കും. So quality control എന്ന് പറയുന്നത് ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് undertaken in laboratory for the continuous assessment of work carried out to detect and reduce errors in order to ensure both the reliability and accuracy of test results. അപ്പൊ ഇതിൽ നമ്മൾ ഇനി കൂടുതലായിട്ട് കേൾക്കാൻ പോകുന്ന കുറച്ച് വാക്കുകളാണ് precision, repeatability, reliability, sensitivity, specificity എന്നൊക്കെ പറയും. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഈ ക്വാളിറ്റി കൺട്രോൾ ഒരു ലാബിൽ ചെയ്യുന്നത് പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും. ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്, എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ. മുമ്പ് ഈ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. ഇപ്പൊ കമന്റ് ബോക്സിൽ ചിലർ പറഞ്ഞത് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ലാബിൽ തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൗ ഓഫൺ ഷുഡ് വി ഡു ദ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളതാണ് എന്റെ ചോദ്യം. 6 മാസം കൂടുമ്പോഴാണോ, 1 വർഷം കൂടുമ്പോഴാണോ, 3 മാസം കൂടുമ്പോഴാണോ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ എത്ര നാൾ കൂടുമ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതാരെങ്കിലും കമന്റ് ബോക്സിൽ മറുപടി പറഞ്ഞോളൂ. എത്ര നാൾ കൂടുമ്പോഴാണ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഐഡിയലി ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ബിഗിനിങ് ഓഫ് എവറി ഡേ നമ്മൾ ഈ പറയുന്ന ടെസ്റ്റുകൾക്ക്, കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾക്ക് ചെയ്യണം എന്നുള്ളതാണ്. എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്റ്റേണൽ ലാബുമായിട്ട് കോമൺ ആയിട്ട് CMC വെല്ലൂർ അല്ലെങ്കിൽ ആനന്ദ് ലാബ് പോലെയുള്ള വലിയ ലാബുകൾക്കാണ് എക്സ്റ്റേണൽ ക്വാളിറ്റി അസസ്മെന്റ് പ്രോഗ്രാം ഉള്ളത്. ആ ലാബുകളായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാം. വേറൊരു സംവിധാനം ഉള്ളത്, നമുക്കിപ്പോൾ പ്രാദേശികമായിട്ട് തന്നെ വേണമെങ്കിൽ എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ.
നമ്മുടെ ഈ പറയുന്ന പോലെ പ്രദേശത്തെ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ലാബ്സ് ഉണ്ടെങ്കിൽ അവരായിട്ട് ടൈപ്പ് നടത്തി എക്സ്റ്റേണൽ ക്വാളിറ്റി പ്രോഗ്രാം ഒരു MOU ഉണ്ടാക്കിയ ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രിസിഷൻ നേരത്തെ പറഞ്ഞു, കുറച്ച് വാക്കുകളാണ് നമ്മൾ കോമൺ ആയിട്ട് ക്വാളിറ്റി കൺട്രോളുമായിട്ട് പറയുന്നത്. പ്രിസിഷൻ ഓഫ് എ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രിസിഷൻ ഓഫ് എ ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട് ആണ്. ഇന്ന് രാവിലെ നമ്മളൊരു പേഷ്യന്റിന്റെ യൂറിൻ കൾച്ചർ ചെയ്തു, അല്ലെങ്കിൽ യൂറിൻ റൂട്ടീൻ ചെയ്തു, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ നടത്തി. വീണ്ടും നമ്മൾ അതേ സാമ്പിൾ തന്നെ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അതേ റിസൾട്ട് അല്ലെങ്കിൽ കൺസിഡറബിൾ സിഗ്നിഫിക്കന്റ് വേരിയേഷൻ ഇല്ലാത്ത റിസൾട്ട് കിട്ടണം. അതാണ് നമ്മൾ റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ പ്രിസിഷൻ ഓഫ് ദ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അക്യുറസി എന്ന് പറയുന്നത് ക്ലോസ്നെസ് ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട് ടു ദ ട്രൂ വാല്യൂ. എല്ലാ ലാബുകളിലും ഒരേ സാമ്പിൾ തന്നെ 3 ലാബിൽ കൊടുത്താലും മൈനർ വേരിയേഷൻസ്, പോയിന്റ് ലെവൽ വേരിയേഷൻസ് ഒക്കെ കാണും. എന്നിരുന്നാലും ട്രൂ വാല്യൂ ആയിട്ട് കൺസിഡറബിൾ ക്ലോസ്നെസ് ഉണ്ടാവുക എന്നുള്ളതാണ് അക്യുറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ്സിനെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിന്റെ എബിലിറ്റിയാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ്, ഇപ്പോൾ ആന്റിജൻ ടെസ്റ്റിന്റെ സെൻസിറ്റിവിറ്റി കുറവാണ്, സ്പെസിഫിസിറ്റി കൂടുതലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഒരു ടെസ്റ്റിന് സ്പെസിഫിസിറ്റി കൂടുതലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ട്രൂ നെഗറ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ ആന്റിജൻ ടെസ്റ്റിന്റെ സെൻസിറ്റിവിറ്റി 50%, സ്പെസിഫിസിറ്റി 80-90% ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് സെൻസിറ്റിവിറ്റി 50% ഉള്ളൂ. അതായത് ഇപ്പോൾ 50% എന്തായാലും ട്രൂ പോസിറ്റീവിനെ കണ്ടുപിടിക്കാനുള്ള 50% എബിലിറ്റി അല്ലെങ്കിൽ 60% എബിലിറ്റി പറയുന്ന ടെസ്റ്റിനുള്ളൂ. അതായത് ഒരു 40% ഫോൾസ് നെഗറ്റീവ് വരാം എന്നുള്ളതാണ്. അതേസമയം സ്പെസിഫിസിറ്റി എന്ന് പറയുമ്പോൾ കുറെ കൂടെ സ്പെസിഫിക് ആണ്. അതായത് ട്രൂ നെഗറ്റീവ്സിനെ എന്തായാലും അത് കണ്ടുപിടിച്ചിരിക്കും എന്നുള്ളതാണ്. ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാമിലേക്ക് തന്നെ വീണ്ടും വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 തരത്തിലാണുള്ളത്. ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്, എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ. ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഡെയിലി മോണിറ്ററിംഗ് ഓഫ് ദ ടെസ്റ്റ്. ഓക്കെ, ഞാൻ ഇപ്പോഴാണ് ചാറ്റ് ബോക്സിൽ റിസൾട്ട് കണ്ടത്. EQC ഷുഡ് ബി ഡൺ മന്ത്ലി എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റേണൽ ഷുഡ് ബി ഡൺ 3 monthly എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. ഡെയിലി എന്ന് പറയുന്നത് എനിക്ക് ഇന്റേണൽ ക്വാളിറ്റി ആണെന്ന് ഉദ്ദേശിക്കാൻ ഡെയിലി എന്നുള്ളത് കറക്റ്റ് ആണ്. EQC ഷുഡ് ബി ഡൺ മന്ത്ലി എന്ന് വീണ്ടും 2 പേര് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി മന്ത്ലി എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷേ പ്രാക്ടിക്കലി ഇത് എപ്പോഴും പോസിബിൾ അല്ല. നമുക്ക് 3 months കൂടുമ്പോഴേ അല്ലെങ്കിൽ 6 months കൂടുമ്പോഴേ പലപ്പോഴും ചെയ്യാൻ പറ്റാം. പക്ഷേ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ഷുഡ് ബി ഡൺ ഡെയിലി. പലരും അത് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടത് എറേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, എന്തൊക്കെ എറേഴ്സ് ആണ് നമ്മുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പ്രീ അനാലിറ്റിക്കൽ എറേഴ്സ് ഉണ്ട്, അനാലിറ്റിക് എറേഴ്സ് ഉണ്ട്, പോസ്റ്റ് അനാലിറ്റിക് എറേഴ്സ് ഉണ്ട്. പ്രീ അനാലിറ്റിക്കൽ എറേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും കമന്റ് ചെയ്യാമോ? പ്രധാനമായിട്ടും പ്രീ അനാലിറ്റിക്കൽ എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിസ്റ്റമിക് എറേഴ്സ് ആരും എഴുതി, ലേബലിംഗ് ആരും എഴുതിയിട്ടുണ്ട്. ഓക്കെ, റാൻഡം എറേഴ്സ് എഴുതിയിട്ടുണ്ട്, റിപ്ലൈ വന്നിട്ടുണ്ട്. ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രീ അനാലിറ്റിക്കൽ എന്ന് പറയുന്നത് ഡ്യൂറിങ് സാമ്പിൾ കളക്ഷൻ എഴുതിയിട്ടുണ്ട്, ബിഫോർ ടേക്കിംഗ്. ഓക്കെ, പ്രീ അനാലിറ്റിക്കൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ടെസ്റ്റ് നമ്മുടെ ലാബിലേക്ക് എത്തി പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ വരെ സംഭവിക്കാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് ആണ്. അപ്പൊ പലരും എഴുതിയിട്ടുണ്ട് സാമ്പിൾ കളക്ഷൻ എഴുതിയിട്ടുണ്ട്. ശരിയാണ്, സാമ്പിൾ കളക്ഷനിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് പ്രീ അനാലിറ്റിക്കൽ എറർ ആണ്. ബിഫോർ ടെസ്റ്റിംഗ് എന്ന് എഴുതുന്നത് വളരെ കൃത്യമാണ്. ടെസ്റ്റിംഗിന് വേണ്ടി നമ്മൾ മെഷീനിലേക്കോ അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നതിന് മുന്നേ സംഭവിക്കുന്ന തെറ്റുകളാണ് പ്രീ അനാലിറ്റിക് എറേഴ്സ്. അനാലിറ്റിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത് എറേഴ്സ് ഡ്യൂറിങ് ദ പ്രോസസ്. നമ്മളൊരു ടെസ്റ്റ് ചെയ്യുന്നതിന്റെ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള എറേഴ്സ് ആണ് അനാലിറ്റിക് എറേഴ്സ്. പോസ്റ്റ് അനാലിറ്റിക്കൽ എറേഴ്സ് എന്ന് പറയുന്ന എറേഴ്സ് വിച്ച് ആർ ഒക്കറിംഗ് ആഫ്റ്റർ അനാലിസിസ് ആണ്. ടെസ്റ്റ് ചെയ്ത ശേഷം റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് പേഷ്യന്റ് കയ്യിലേക്ക് എത്തുന്ന വരെയുള്ള സമയം ഉണ്ടാവാൻ സാധ്യതയുള്ള തെറ്റുകളാണ് പോസ്റ്റ് അനാലിറ്റിക്കൽ എറേഴ്സ്. ഇത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തെറ്റുകൾ ഉണ്ടാവുന്നത് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നെയാണ്. പ്രീ അനാലിറ്റിക് എറേഴ്സ് ആണ് ഏറ്റവും അധികം സാധ്യതയുള്ളത്. പോസ്റ്റ് അനാലിറ്റിക്കൽ അതിനുശേഷം മാത്രമേ വരുന്നുള്ളൂ. പ്രീ അനാലിറ്റിക് എറേഴ്സിൽ അതിന്റെ വേരിയബിൾസ് എന്ന് പറയുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ലാബ് ടെസ്റ്റ് റിക്വസിഷൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള അല്ലാത്ത ലാബ് ഫോംസ് ആണ് ഒരു റീസൺ. ഇൻകംപ്ലീറ്റ് ലാബ് റിക്വസ്റ്റ് ഫോംസും ഒരു റീസൺ ആണ്. പേഷ്യന്റെ പേരും ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടില്ല. ഇംപ്രോപ്പർ പ്രിപ്പറേഷൻ ഓഫ് പേഷ്യന്റ് എന്ന് പറയുന്നത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഫാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ ഫാസ്റ്റ് ചെയ്യണമെന്നും
അതുപോലെ ലൈഫിയും സ്മോക്ക് ചെയ്യാൻ പാടില്ല, അതുപോലെയുള്ള കാര്യങ്ങൾ. ബേസിക്കലി പേഷ്യന്റിന് സാമ്പിൾ എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പ്രീ അനലിറ്റിക്കൽ എറേഴ്സിലാണ് വരുന്നത്. പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, ബേസിക്കലി സാമ്പിൾ എടുത്ത സാമ്പിളിന്റെ ഐഡന്റിഫിക്കേഷൻ, പേഷ്യന്റ് ഐ ഡിയും റോങ് ആണെന്നുണ്ടെങ്കിൽ പ്രീ അനലിറ്റിക്കൽ എററാണ്. കണ്ടെയ്നർ റോങ് ആയിട്ട് ലേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രീ അനലിറ്റിക്കൽ എററാണ്. സാമ്പിൾ കളക്ഷൻ എറേഴ്സ് എന്ന് പറയുന്നത് ഇൻഎഡിക്വേറ്റ് വോളിയം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ പറയുന്ന പോലെ പൂൾഡ് PCR ഫോർ കോവിഡ് ടെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ 0.5 ml മിനിമം വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഎഡിക്വേറ്റ് വോളിയം ആണ്. നമുക്ക് ഈ പറയുന്ന പോലെ സാമ്പിൾ പ്രോസസ് ചെയ്യാൻ ആവശ്യമുള്ള സാമ്പിൾ ഉണ്ടാവണമെന്നില്ല. ഇൻകറക്റ്റ് ഫ്ലീബോട്ടമി പ്രാക്ടീസസ്, ഇൻകറക്റ്റ് ട്യൂബ്സ്, കറക്റ്റ് ആയിട്ടുള്ള വാക്യൂഡൈനർ അല്ല, ആന്റികോഗുലന്റ് ബ്ലഡ് വേണ്ട സ്ഥാനത്ത് അല്ലാതെ എടുത്തെങ്കിൽ, അല്ലെങ്കിൽ ആന്റികോഗുലന്റ് ആവശ്യമില്ലാത്ത ട്യൂബിലാണ് ടെസ്റ്റിന് വേണ്ടി എടുത്തതെങ്കിൽ അതൊരു പ്രശ്നമാണ്. ലൈപീമിക് സാമ്പിൾസ് നേരത്തെ പറഞ്ഞു, ലൈപീമിക് സാമ്പിൾസ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. സിറോളജിക്കൽ ടെസ്റ്റിന് ഇമോലൈസ് സാമ്പിൾ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം സാമ്പിൾ കളക്ഷൻ എറേഴ്സ് ആണ്. അതുപോലെ ഡിലേഡ് ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ, സാമ്പിൾ കളക്ഷൻ ആണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും കോണ്ടെക്സ്റ്റ് വരുന്നത്. നേസോഫാരിഞ്ചൽ സ്വാബിന് പകരം പലപ്പോഴും നേസൽ സ്വാബ് എടുത്തിട്ട് അവര് PCR വേണ്ടി അയക്കും. നേസൽ സ്വാബ് എടുത്തുകൂടായികയൊന്നുമില്ല, പക്ഷെ നേസോഫാരിഞ്ചൽ സ്വാബിനാണ് കൂടുതൽ സെൻസിറ്റീവ് സ്പെസിഫിസിറ്റി ഉള്ളത്. നേസോഫാരിഞ്ചൽ സ്വാബ് ആണെന്ന് വിചാരിച്ച് നേസൽ സ്വാബ് എടുത്തുകൊണ്ട് വിടുന്നതും ആക്ച്വലി ഒരു സാമ്പിൾ കളക്ഷൻ എററാണ്. നമുക്ക് CT വാല്യൂസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഡിലേ ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ, എസ്പെഷ്യലി യൂറിൻ സാമ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ബാക്ടീരിയ ഓവർഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിലേ ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ ഇസ് ഓൾസോ എ പ്രോബ്ലം. എറേഴ്സ് ഇൻ സ്പെസിമെൻ പ്രിപ്പറേഷൻ ഇസ് എ പ്രോബ്ലം. സ്പെസിമെൻ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കോവിഡിന്റെ സാമ്പിൾ വരുന്നതിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി ഐസ് പാക്ക് ചെയ്ത് വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പ്രശ്നമാണ്. ഇംപ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഒരു പ്രശ്നമാണ്. അനാലിറ്റിക് വേരിയസ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ഏത് ടെസ്റ്റ് ആണ്, ഏത് ടൈപ്പ് ഓഫ് പ്രൊസീജിയർ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു അനാലിറ്റിക് എറർ വരും. സ്പെസിമെൻ മിക്സപ്പ് ആയി കഴിഞ്ഞാൽ പ്രശ്നം വരും. സ്പെസിമെൻസ് അങ്ങോട്ട് മാറി പ്രോസസ് ചെയ്യുന്ന സമയത്ത് സ്പെസിമെൻ കണ്ടാമിനേഷൻ വന്ന പ്രശ്നമാണ്. ഇൻസ്ട്രുമെന്റ്സ് വിത്ത് പുവർ പ്രിസിഷൻ, ഉപയോഗിക്കുന്ന മെഷീനിൽ പ്രശ്നങ്ങളുണ്ട്, കാലിബ്രേഷൻ എറേഴ്സ് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. വോളിയം ഓഫ് സ്പെസിമെൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. പ്രസൻസ് ഓഫ് ഇന്റർഫിയറിംഗ് സബ്സ്റ്റൻസ് ഇൻ സ്പെസിമെൻ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അനാലിറ്റിക് എറേഴ്സിൽ നേരത്തെ കമന്റ് ബോക്സിൽ അത് സൂചിപ്പിച്ച പോലെ 2 ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് ഉണ്ടാവുക. ഒന്ന് പുവർ പ്രിസിഷൻ മൂലം ഉണ്ടാവുന്നത്, അതായത് ചുരുക്കത്തിൽ പറഞ്ഞ അശ്രദ്ധ മൂലം ഉണ്ടാവുന്ന എറേഴ്സ് ആണ് റാൻഡം എറേഴ്സ്, റാൻഡം അനാലിറ്റിക് എറേഴ്സ്. അതായത് പിപ്പറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എറേഴ്സ്, ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എറേഴ്സ്, സാമ്പിൾ ലേബലിംഗിൽ ഉണ്ടാവുന്ന എറേഴ്സ്, സാമ്പിൾ നമ്പറിംഗിൽ ഉണ്ടാവുന്ന എറേഴ്സ്, ഇൻസ്ട്രുമെന്റേഷനിൽ ഉണ്ടാവുന്ന എറേഴ്സ്. അതുപോലെ ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ ഇപ്പോൾ പിപ്പറ്റ് ചെയ്യാൻ വേണ്ടി PCR പിപ്പറ്റ് ചെയ്യാൻ വേണ്ടി 10 മൈക്രോ ലിറ്റർ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മൾ 15 മൈക്രോ ലിറ്റർ ആണ് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ അത് നമ്മുടെ റാൻഡം അനാലിറ്റിക് എററാണ്. കാൽക്കുലേഷൻ എറർ ഒരു പ്രശ്നമാണ്. സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സിസ്റ്റമിക് അനാലിറ്റിക് എറർ എന്ന് പറയുന്നത് പ്രൊസീജിയർ റോങ് ആയിട്ട് ചെയ്തുകൊണ്ടാവാം, ഇൻകറക്റ്റ് പ്രൊസീജിയർ ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന ആളുടെ സ്കില്ലിന്റെ പ്രശ്നം മൂലമുള്ള പ്രശ്നങ്ങളാവാം, അതല്ല എക്സ്പെർട്ടൈസിന്റെ പ്രശ്നം മൂലമുള്ള പ്രശ്നങ്ങളാവാം, സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയറിന്റെ ഉള്ള പ്രശ്നങ്ങളാവാം. പോസ്റ്റ് അനാലിറ്റിക് എറർ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ തെറ്റായ റിപ്പോർട്ട് തെറ്റായ പേഷ്യന്റിന് തെറ്റ് സമയത്ത് കൊടുക്കുന്നതാണ് പോസ്റ്റ് അനാലിറ്റിക്കൽ എറർ എന്ന് പറയുന്നത്. അതായത് പേഷ്യന്റ് മിസ്മാച്ച് വരാം, ഒരു പേഷ്യന്റ് റിസൾട്ട് ആയിരിക്കില്ല ആ പേഷ്യന്റ് കൊടുക്കുന്നത്, വേറെ പേഷ്യന്റ് റിസൾട്ട് ആയിരിക്കും. അല്ലെങ്കിൽ മെഷീൻ ജനറേറ്റ് ചെയ്ത റിപ്പോർട്ട് നമ്മൾ എടുത്തെഴുതി മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത സമയത്ത് ഉണ്ടാകുന്ന എറേഴ്സ് ആവാം. അതുപോലെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കൗണ്ടർ സൈൻ ചെയ്ത് കൊടുക്കാൻ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പേഷ്യന്റെ പേര് മാറിപ്പോയതാവും, അല്ലെങ്കിൽ ഒരേ പേരിലുള്ള 2 പേഷ്യന്റ് വരുമ്പോൾ പേഷ്യൻസിന്റെ റിപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ഇതെല്ലാം പോസ്റ്റ് അനാലിറ്റിക് എറേഴ്സിൽ പെടുന്നതാണ്. ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ അനാലിസിസ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതും കൺട്രോൾ എന്ന് പറയുന്നതും ഒരിക്കലും സെയിം സാധനങ്ങളല്ല. സ്റ്റാൻഡേർഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത കോമ്പോസിഷനുള്ള സഫീഷ്യന്റ് പ്യൂരിറ്റി ഉള്ള ഒരു സ്പെസിമെൻ അല്ല ഒരു കണ്ടന്റ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ പർപ്പസ്. അതായത് ഇപ്പൊ നമ്മൾ PCR ടെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂക്ലിയസ് ഫ്രീ വാട്ടർ ഉപയോഗിക്കും. ആക്ച്വലി ന്യൂക്ലിയസ് ഫ്രീ വാട്ടർ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൺട്രോൾ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന സംശയമാണ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ അകത്ത് ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ ഫ്ലൂറോഫോർസ് എലിവേറ്റഡ് ആയി കാണാൻ പോകുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് കൺട്രോൾ എന്ന് പറയുന്നത്. കൺട്രോൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കിറ്റിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ടാവും, നെഗറ്റീവ് ആയിട്ട് കൺട്രോൾ ഉണ്ടാവും. ഈ പറയുന്ന കൺട്രോളിൽ എപ്പോഴും റേഞ്ച് ഓഫ് സെറ്റ് വാല്യൂസ് ഉണ്ടാവും. ഇപ്പൊ നെഗറ്റീവ് കൺട്രോൾ ആണെങ്കിൽ ഈ പറയുന്ന പോലെ PCR-ന്റെ ഒരു പെർട്ടിക്കുലർ CT വാല്യൂ അവർ ഓൾറെഡി കമ്പനി തന്നെ തന്നിട്ടുണ്ട്.
ആ CT വാല്യൂവിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കൺട്രോളിൽ കിട്ടണം, ആ റേഞ്ചിൽ കിട്ടണം. അപ്പൊ അതിന് പോസിറ്റീവ് ആയിട്ടാവും നെഗറ്റീവ് ആയിട്ടാവും. ബേസിക്കലി കൺട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്പെസിമെൻ പോലെ തന്നെ ആയിരിക്കും, പക്ഷെ അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, അങ്ങനെയാണ്. അപ്പൊ ബേസിക്കലി കൺട്രോൾ എന്ന് പറയുന്നത് ഇസ് എ സാമ്പിൾ ദാറ്റ് ഇസ് കെമിക്കലി ആൻഡ് ഫിസിക്കലി സിമിലർ ടു ദ അൺനോൺ സ്പെസിമെൻ. കൺട്രോളും സ്റ്റാൻഡേർഡ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും മോസ്റ്റ്ലി. ഇപ്പൊ ന്യൂക്ലിയസ് ഫ്രീ വാട്ടർ നമ്മൾ PCR ഉപയോഗിക്കുന്നതോ, അല്ലെങ്കിൽ സ്റ്റെറൈലോ ഡിസ്റ്റിൽ വാട്ടർ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊസീജിയറിന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതോ, ടേർബിഡിറ്റി നോക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്റ്റെറൈൽ വാട്ടർ എടുത്ത് വെക്കുന്നതോ ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. കൺട്രോൾ എന്ന് പറയുന്നത് നോൺ സെറ്റ് വാല്യൂ ഉള്ള ഒരു സാമ്പിൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒന്നുമില്ല അത് ടെസ്റ്റിന് പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെസ്റ്റിന് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഒരു QCക്ക് ആവശ്യമുള്ള ഒരു മെറ്റീരിയലിന് മീറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയസ്, അതായത് നമ്മുടെ പേഷ്യന്റ് സ്പെസിമെനുമായിട്ട് കമ്പാരബിൾ ആയിരിക്കണം, അത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കണം. ഇത് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇൻഹൗസ് QC ഉണ്ടാക്കാനാണ്. യൂഷ്വലി നമ്മുടെ കിറ്റിന്റെ കൂടെയൊക്കെ കമ്പനി തന്നെ എല്ലാ QCകളും തരും. അതുകൊണ്ട് നമുക്കത് അത്ര ഒരു ആവശ്യമുള്ള സംഭവമല്ല. പക്ഷെ എന്തായാലും ഇതൊക്കെയാണ് എന്റെ ക്രൈറ്റീരിയ. അതായത് ലിക്വിഡ് ഫോം അല്ലെങ്കിൽ ലയോഫിലൈസ് ഫോമിലായിരിക്കണം നമ്മുടെ QC മെറ്റീരിയൽ. മിനിമൽ വയൽ ടു വയൽ വേരിയബിലിറ്റി ഉണ്ടാവും, കുറെ നേരത്തേക്ക് സ്റ്റേബിൾ ആയിരിക്കും. അതൊരു ടാർഗറ്റ് വാല്യൂസ് ഉണ്ടാവും, അത് നോർമൽ ആയിരിക്കാം, അബ്നോർമലി ഹൈ ആയിരിക്കാം, അബ്നോർമലി ലോ ആയിരിക്കും. ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ റൺ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഷിഫ്റ്റിന്റെയും ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിന് മുന്നേ തന്നെ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ റൺ ചെയ്തിരിക്കണം. ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ സർവീസ് ചെയ്ത ശേഷം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ചു, അതിനുശേഷം നമ്മൾ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ റൺ ചെയ്യേണ്ടി വരും. റിയേജന്റ് ലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യേണ്ടി വരും. അതുപോലെ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ പുതിയതായിട്ട് കാലിബ്രേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ IQC റൺ ചെയ്യേണ്ടി വരും. പിന്നെ പേഷ്യന്റ് റിസൾട്ട് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ നമ്മൾ വീണ്ടും QC റൺ ചെയ്യണം. QC മെറ്റീരിയൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട എപ്പോഴാണെന്ന് വെച്ചാൽ മാനുഫാക്ചറേഴ്സ് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടാവും QC മെറ്റീരിയൽ റീകോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട്. അല്ലെങ്കിൽ എക്സാക്ട് വോളിയം ഓഫ് deionized water and allowed to stand for 30 minutes and solve occasionally. And the content should be sold gently to ensure homogeneity before using the sample for testing. Small quantities ആയിട്ട് നമ്മൾ ഫൈനലി റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷം സ്മോൾ ക്വാണ്ടിറ്റീസ് ആയിട്ട് തലക്കോട്ട് ചെയ്ത് വെക്കണം. ഇത് QC ടെസ്റ്റിംഗ് ഷെഡ്യൂളിന്റെ ഒരു റഫ് ബ്ലൂ പ്രിന്റ് ആണ്. ഈ പറയുന്ന പോലെ സീറോളജി ഇതിനാണെന്നുണ്ടെങ്കിൽ each QC sera should be thawed, mixed gently and bring to room temperature. QC sera should be done the same way the samples are done. The results are obtained for each analyte shall be compared with the assigned value given in the assay data table. Manufacturer തന്നിട്ടുള്ള values ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. The result should be recorded in the register and draw the plot or curve or whatever which is applicable. ഇനി നമ്മൾ എക്സ്റ്റേണൽ QCയുടെ ഒരു ഇൻട്രോ ആണ്. ബേസിക്കലി എക്സ്റ്റേണൽ QC എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഏജൻസിയാണ് യൂഷ്വലി ചെയ്യുക. നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും എക്സ്റ്റേണൽ ക്വാളിറ്റി പ്രോഗ്രാം നമുക്ക് ടൈ അപ്പ് ഉള്ളത് CMC വെല്ലൂരായിട്ടാണ്. അത് അവർ ബേസിക്കലി ഇത്രേ ഉള്ളൂ, CMC വെല്ലൂർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ QC ചെയ്യുന്ന ഏജൻസി നമുക്കൊരു സാമ്പിളോ സ്പെസിമെനോ നമുക്ക് അയച്ചു തരും. അതിനൊരു സെറ്റ് ഓഫ് വാല്യൂസ് ഓൾറെഡി അവർ അസൈൻ ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടുന്ന സാമ്പിൾ ആയിരിക്കും. ആ സാമ്പിൾ അവർ ഏത് ടെസ്റ്റിനാണോ നമ്മൾ എൻറോൾ ചെയ്തേക്കണം ആ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാമ്പിൾ അവർ അയച്ചു തരും. നമ്മുടെ ലാബിൽ നമ്മൾ റൺ ചെയ്യണം. റൺ ചെയ്ത ശേഷം നമുക്കൊരു CT വാല്യൂ, OD വാല്യൂ, whatever വാല്യൂ വി വിൽ ഗെറ്റ്, ആ വാല്യൂ നമ്മൾ തിരിച്ച് നമ്മുടെ ലാബിലേക്ക് അയച്ചു കൊടുക്കാം. അവർ പറയുന്ന റേഞ്ചിനുള്ളിലാണ് നമുക്ക് കിട്ടിക്കുന്ന വാല്യൂ എന്നുള്ളതുണ്ടെങ്കിൽ നമ്മുടെ ലാബ് ഈ പറയുന്ന QC പ്രോഗ്രാം സക്സസ്ഫുള്ളി പാസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ലബോറട്ടറീസ് വിൽ അനലൈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് അനലൈറ്റ് പ്രസന്റ് ഇൻ ദ സാമ്പിൾ ആൻഡ് സെൻഡ് ദ ഡേറ്റ ടു ദ ഏജൻസി. അതായത് നമ്മൾ ഈ പറയുന്ന അവർ അയച്ചു തരുന്ന സാമ്പിളിൽ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഈ പറയുന്ന ലാബിന് അയച്ചു കൊടുക്കുന്നു. ലാബ് അത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് അതിന് ഫീഡ്ബാക്ക് തരും. എക്സ്റ്റേണൽ ഏജൻസി ഇതേപോലെ പല ലാബുകൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ടാവും ഈ പറയുന്ന സാമ്പിൾ. എല്ലാ ലാബുകളിൽ നിന്നും കിട്ടിയ റിസൾട്ടുകൾ അവർ അനലൈസ് ചെയ്യുന്നു, ഒരു റേഞ്ച് അവർ സെറ്റ് ചെയ്യുന്നു. അതിന് പുറത്തേക്ക് പോയാൽ ബേസിക്കലി എത്ര മുതൽ എത്ര വരെ ആവാം ഈ പറയുന്ന വാല്യൂസ് എന്ന് പറയുന്നത് പല ലാബ്സിൽ നിന്ന് കിട്ടിയ ഡേറ്റ അവർ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്ത ശേഷമാണ്. ഈ പറയുന്ന റേഞ്ചിന് പുറമേ നിൽക്കുന്ന വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാബ് QCയിൽ വളരെ കുറവ് മാർക്കോ അല്ലെങ്കിൽ QC നമ്മൾ ഫെയിൽ ചെയ്തായിട്ടാണ് അത് കണ്ടത്. അപ്പോൾ if the difference between the reported value and the true value is statistically significant, the reporting laboratory is alert. അതായത് നമുക്ക് വളരെ ബന്ധമില്ലാത്ത വാല്യൂസ് ആണ് കിട്ടിയെങ്കിൽ നിർബന്ധമായിട്ടും ലാബ് നമ്മൾ ചെയ്യുന്ന ലാബിൽ ടെസ്റ്റിൽ അല്ലെങ്കിൽ ആ ടെസ്റ്റിന്റെ പ്രോട്ടോകോളിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ഉടനെ തന്നെ ലാബ് നമ്മുടെ എക്സ്റ്റേണൽ QCയിലെ ലാബ് നമ്മളെ അറിയിച്ചു.
പിന്നെ നമുക്കുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും NABL അക്രഡിറ്റേഷൻ, NABH അക്രഡിറ്റേഷൻ, അതുപോലെ കായകൽപ പ്രോഗ്രാം, എൻക്വാസ് പ്രോഗ്രാം. എൻക്വാസിനെ പറ്റി അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഇന്നത്തെ ഒരു ഇൻട്രോ മാത്രമായിട്ടാണ് വരുന്നത്. എൻ്റെ ചെക്ക് ലിസ്റ്റുകളുണ്ട്, ലാബുമായി സംബന്ധിച്ച ചെക്ക് ലിസ്റ്റുകളുണ്ട്. ഇന്ന കാര്യങ്ങൾ വേണം, ഡെസിഗ്നേറ്റഡ് സാമ്പിൾ കളക്ഷൻ ഏരിയ, ഈ പറയുന്ന കോൾഡ് ചെയിൻ മെയിൻ്റെനൻസിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ, അതുപോലെ റിയേജൻസ് പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യാൻ വെക്കണം. അങ്ങനെ കുറേ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അടുത്ത ദിവസങ്ങൾ നമുക്ക് കാണാം. ഈ പറയുന്ന പ്രോഗ്രാംസും എല്ലാം ക്വാളിറ്റി അസസ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ഫോർമാറ്റ് ഓഫ് SOP ചോദിച്ചിട്ടുണ്ട്. ബേസിക്കലി SOP എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്. അതിന് ശരിക്കും പറഞ്ഞ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടെസ്റ്റ്, വാട്ട് എവർ ടെസ്റ്റ് ആണ്, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. പിന്നെ അതിന്റെ മെത്തഡോളജി അഥവാ അതിന്റെ പ്രൊസീജിയർ വേണം. പ്രൊസീജിയറിൽ തന്നെ അതിന് വേണ്ട മെറ്റീരിയൽസ് റിക്വയർഡ് ഓർ റിയേജൻസ് റിക്വയർഡ് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതിനുശേഷം റിസൾട്ട് ഇന്റർപ്രിട്ടേഷനെ പറ്റി ഒരു സബ് ഹെഡിങ് ഉണ്ടാവണം. അതായത് റിസൾട്ട് അനാലിസിസ് ഓർ റിസൾട്ട് ഇന്റർപ്രിട്ടേഷൻ. ഈ 4 ഹെഡിങ്ങിന് ശേഷം പിന്നെ വേണ്ടത് SOPs prepared by whoever, അതായത് യൂഷ്വലി ലാബ് ടെക്നീഷ്യൻ ആയിരിക്കാം, വലിയ സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ സീനിയർ മോസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ആയിരിക്കാം. അതിനുശേഷം ഇറ്റ് ഷുഡ് ബി ഓത്തറൈസ്ഡ് ബൈ ദ മെഡിക്കൽ ഓഫീസർ ഇൻ ചാർജ്. വലിയ സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ സൂപ്രണ്ട് ആയിരിക്കും, ചെറിയ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഓഫീസർ ഇൻ ചാർജ് വേണം അത് SOP വാലിഡേറ്റ് ചെയ്യേണ്ടത്, SOP ആക്ച്വലി ഓത്തറൈസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് SOPയുടെ ബേസിക് ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ മുകളിൽ ഓഫീസിയലി ലാബിന്റെ പേര്, സ്ഥാപനത്തിന്റെ പേര്, ലാബിന്റെ പേര് ഉണ്ടായിരിക്കണം. ഇത്ര കാര്യങ്ങളാണ് SOPയിൽ വേണ്ടത്. പിന്നെ എപ്പോഴും സർ IQC തിരക്കുള്ള ലാബിൽ ഡെയിലി ചെയ്യുന്നുണ്ട്, റിസ്ക് ആണെങ്കിൽ വീക്ക്ലി ചെയ്താൽ. IQC തിരക്കുള്ള ലാബിൽ ഡെയിലി ചെയ്യുന്നുണ്ട്, റിസ്ക് ആണെങ്കിൽ വീക്ക്ലി ചെയ്ത്. എനിക്ക് മനസ്സിലായില്ല. തിരക്ക് കൂടുതലാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീക്ക്ലി ചെയ്താൽ മതിയാണോ ചോദിച്ചതോന്നാണോ? മനസ്സിലായില്ല. ഐഡിയലി നമ്മൾ എവറി ഡേ ചെയ്യണം. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേ എങ്കിലും നമ്മൾ IQC ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ക്രിട്ടിക്കൽ വാല്യൂനെ പറ്റി ഒരു സംശയം. അതെ, ക്രിട്ടിക്കൽ വാല്യൂസ് MOS ആണോ ഡിറ്റർമിൻ ചെയ്യുക? ആക്ച്വലി ക്രിട്ടിക്കൽ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കിറ്റ് ലിറ്ററേച്ചർ തന്നെ കൊടുത്തിട്ടുണ്ടാവും ചില ടെസ്റ്റുകൾക്ക്. ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കിറ്റ് ലിറ്ററേച്ചർ, ഇപ്പോൾ ലാബ് ബേസ്ഡ് ആയിട്ടുള്ള ഈ മോണിക്ക ചീസ്ബർഗ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയ ടെക്സ്റ്റ് ബുക്കുകളിലോ അല്ലെങ്കിൽ മെഡിക്കൽ ബുക്കുകളിലോ കൊടുത്തിട്ടുള്ള സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ് നമ്മൾ അതിന് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പൊ ഹൈപ്പോഗ്ലൈസീമിയ ആണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കലി ആണെന്നുണ്ടെങ്കിൽ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ടാവും, ഡിസ്ലിപ്പിഡിമിയ എത്രയാണ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ്. അല്ല MOSന് ആർബിട്രറി ഡിറ്റർമിൻ ചെയ്യാന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ആസ് പെർ ലിറ്ററേച്ചർ ആണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂസ് കൊടുക്കുക. പിന്നെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ കീറ്റോൺ ബോഡീസ് ഒക്കെ കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പ്രസൻസ് തന്നെ ഒരു ക്രിട്ടിക്കൽ വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ പ്രസൻസ് തന്നെ കൊടുക്കും. അല്ലെങ്കിൽ എത്രയാണ് വാല്യൂ എന്നുള്ളത് സ്റ്റാൻഡേർഡ് ലിറ്ററേച്ചർ നോക്കിയിട്ട് അതിന്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ യൂഷ്വലി വെക്കും. ഇന്റേണൽ FHCകളുടെ രജിസ്റ്റർ, അതിന് സെപ്പറേറ്റ് ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് എല്ലാവർക്കും ഇത് കഴിഞ്ഞ് ഷെയർ ചെയ്യാം. നാളെ അല്ലെങ്കിൽ നാളെ ഞാൻ ഡിസ്പ്ലേ ചെയ്യാം, നാളെ PPT ആയിട്ട് കാണിച്ചു ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് FHC വേണ്ടത്. ബട്ട് ഈ ഡീറ്റെയിൽ എന്താണ്, മനസ്സിലായില്ല. ഡീറ്റെയിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നത്തെ 3 ദിവസം ഉള്ളതുകൊണ്ട് ഇന്നത്തെ ഒരു ഇൻട്രോ ബേസിക്കലി ഒരു ഓവറോൾ ഇൻട്രോ ആയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നാളെ കഴിഞ്ഞും ഉണ്ടാവും. ഈ പറയുന്ന 3 മേഖലകളിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു LGA ചാർട്ട് എന്ന് പറയുന്ന ഒരു സംശയം ചോദിച്ചായിരുന്നു സാർ. ഓക്കെ, അതിനെ പറ്റിയും നാളെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, നാളെ കാണുന്നുണ്ട്, പഠിക്കണം. പിന്നെ ക്രിട്ടിക്കൽ വാല്യൂ ലിമിറ്റ്സ് ഇൻ അവർ ലാബിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റാൻഡേർഡ് ലിറ്ററേച്ചർ പറഞ്ഞേക്കുന്നുള്ള ക്രിട്ടിക്കൽ വാല്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അത് ലാബിന് ഡിസൈഡ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് പുസ്തകത്തിൽ കാണുന്ന ആവറേജ് വാല്യൂസ് അല്ലെങ്കിൽ കമ്പാരബിൾ വാല്യൂസ് ആയിട്ട് നമുക്ക് ലാബിന് സെറ്റ് ചെയ്യാം. അതും MOനെ കൊണ്ട് നമ്മൾ ഇത് ചെയ്താൽ മതി. പിന്നെ അത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം ലാബിന്റെ മുകളിൽ. ഇപ്പം എല്ലാ ഷിഫ്റ്റിലുള്ള ഒരു ടെക്നീഷ്യനോ ഒരു എക്സ്പെർട്ട് ടെക്നീഷ്യൻ ആയിരിക്കണം എന്നില്ല. നമ്മുടെ ലാബിന്റെ മുന്നിലല്ല, ലാബിന്റെ വർക്ക് ഏരിയയിൽ ഉള്ളിൽ ലാബ് ടെക്നീഷ്യൻ കാണുന്ന രീതിയിൽ നമ്മൾ ആ ക്രിട്ടിക്കൽ വാല്യൂസ് നമ്മൾ ബോർഡിലോ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിരിക്കും.
ക്രിട്ടിക്കൽ വാല്യൂ ചാർട്ട് ഡിസ്പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചത്. അത് പേഷ്യന്റ് ഡിസ്പ്ലേ ചെയ്യാമോ എന്നാണ് ചോദിച്ചത്, എനിക്ക് മനസ്സിലായി. പക്ഷെ ലാബ് ടെക്നീഷ്യൻ എന്തായാലും ക്രിട്ടിക്കൽ വാല്യൂ ചാർട്ട് അറിഞ്ഞിരിക്കണം. ബേസിക്കലി അവർക്ക് കാണുന്ന രീതിയിൽ കുട്ടി ചോദിച്ചത്. സർ, ഒരു ക്രിട്ടിക്കൽ വാല്യൂ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ഞാനിപ്പോൾ വാട്ട് ഓൾ ഷുഡ് ബി മെൻഷൻ ഫോർ മെയിൻറ്റെയിൻ ദി ക്രിട്ടിക്കൽ വാല്യൂ രജിസ്റ്റർ. വാട്ട് ഓൾ ഷുഡ് ബി റിട്ടേൺ ഇൻ ദി രജിസ്റ്റർ. ബേസിക്കലി ടെസ്റ്റിന്റെ പേരുണ്ടായിരിക്കണം. ക്രിട്ടിക്കൽ വാല്യൂ രജിസ്റ്ററിൽ ടെസ്റ്റിന്റെ പേരുണ്ടായിരിക്കണം. പറ്റുമെങ്കിൽ പ്രൊസീജിയർ, പല പ്രൊസീജിയർ വെച്ച് ചെയ്യാവുന്ന ടെസ്റ്റ് ആണെങ്കിൽ ഈ പറയുന്ന ഏത് പ്രൊസീജിയർ ആണ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നുള്ളത് വേണം. പിന്നെ ആ ടെസ്റ്റിന്റെ റേഞ്ച് ഉണ്ടായിരിക്കണം. നോർമൽ വാല്യൂ, അതായത് ബേസിക്കലി റേഞ്ച് ഉണ്ടല്ലോ ടെസ്റ്റിന്, ആ റേഞ്ച് ഉണ്ടായിരിക്കണം. പിന്നെയാണ് നമ്മൾ അബ്നോർമലി ഹൈ വാല്യൂ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്ന എത്ര ക്രിട്ടിക്കൽ വാല്യൂ എന്നുള്ളത് അതിന്റെ സൈഡിൽ എഴുതിയിരിക്കണം. പിന്നെ നമുക്ക് കിട്ടിയ വാല്യൂ കൂടി ഈ പർട്ടിക്കുലർ സ്പെസിമെന്റിന് നമുക്ക് കിട്ടിയ വാല്യൂ കൂടി അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്രിട്ടിക്കൽ വാല്യൂ ലിസ്റ്റിൽ മാൻഡേറ്ററി വേണം. വി ആർ ആക്ച്വലി ഇക്വാസ് മാത്രം ചെയ്താൽ പോലെ ക്യൂസിക്ക് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ എളുപ്പമല്ല. കാരണം എല്ലാ ലാബുകളിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ആണ്. ഇക്വാസുമായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു എക്സ്റ്റേണൽ ക്വാളിറ്റി പ്രോഗ്രാമിൽ ഭാഗമാകാൻ പറ്റുള്ളൂ. ക്യൂസിക്ക് ഇക്വാസ് മാത്രം പോരെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിന് മറുപടി മാത്രം പോരാന്നുള്ളതാണ്. ഇക്വാസ് ചെയ്യുന്ന ലാബാണെങ്കിൽ പോലും നമുക്ക് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ആവശ്യമാണ്. കാരണം എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ നമ്മൾ 3 മാസത്തിൽ കൂടുതലോ 6 മാസത്തിലോ ഒരിക്കലൊക്കെ ചെയ്യുന്നുള്ളൂ. ആ പറയുന്ന അവർ തന്ന സാമ്പിളിന് റിസൾട്ട് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇക്വാസ് നമ്മൾ പാസ്സാവും. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കാലിബ്രേഷൻ എറേഴ്സോ കാര്യങ്ങളോ അത് ഈ പറയുന്ന 3 മാസത്തിന് ഇപ്പുറം നമ്മുടെ മെഷീൻ വന്നുകൂടായിക്കൊന്നുമില്ല. അതുകൊണ്ട് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ഇസ് ആസ് ഇമ്പോർട്ടന്റ് ആസ് ഇക്വാസ് എന്ന് നമുക്ക് ഒറ്റവാക്കി പറയാൻ പറ്റും. എൻക്വാസ് അസസ്മെന്റ് ചെക്ക് ലിസ്റ്റ്, ലാബിനെ സംബന്ധിച്ചുള്ള ചെക്ക് ലിസ്റ്റും ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് വേണ്ടതെന്നുള്ളതും നാളെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കാണിക്കുന്നുണ്ട്. പ്രസന്റേഷനിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ അത് അവിടെ കവർ ചെയ്യും. LJ ചാർട്ട് പ്രിപ്പറേഷനെ പറ്റിയും അതിൽ പറയും. സർ, ഒരു ഡൗട്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഹെമറ്റോളജി അനലൈസർ IQC ചെയ്യണമെന്ന് പറയും. ഐഡിയലി എല്ലാ ഇൻസ്ട്രുമെന്റ്സിലും ക്വാളിറ്റി കൺട്രോളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെന്റ്സിലും നമ്മൾ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നെസസറി ആണോ എന്ന് ചോദിച്ചാൽ QC ചെയ്യണം തന്നെയാണ്. വലിയൊരു QCയെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ എന്താണ്, വലിയൊരു QC എങ്ങനെ എൻറോൾ ചെയ്യണോ എന്നുള്ളതാണോ അതോ ബയോകെമിസ്ട്രി എൻറോൾ ചെയ്യണം? ബയോകെമിസ്ട്രി പാരാമീറ്റർ സെപ്പറേറ്റ് SOP വേണം. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ ലാബിൽ നമ്മൾ 3 തരത്തിൽ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടാവും. ഹെമറ്റോളജി ബേസ്ഡ്, ബയോകെമിസ്ട്രി, സീറോളജി, മൈക്രോബയോളജി ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഈ പറയുന്ന ടെസ്റ്റുകൾക്കെല്ലാം നമ്മൾ സെപ്പറേറ്റ് SOP വെക്കണം എന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി സെപ്പറേറ്റ് SOP വെക്കണം എന്നുള്ളതാണ്. കാരണം SOP നമ്മുടെ കൂടെ ഒരു ആവശ്യമാണ് ശരിക്കും നമ്മുടെ SOP വെക്കണം. SOP നമ്മൾ വൺസ് ഇറ്റ് ഇസ് മെയ്ഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് റിവൈസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ആകെ നമ്മൾ കിറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്തോ ഇനി SOP ഉണ്ടാക്കാൻ നമ്മൾ വേറെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിറ്റ് ലിറ്ററേച്ചർ തന്നെ വെച്ച് നമുക്ക് SOP ആക്കി മെയിൻറ്റെയിൻ ചെയ്യാം, SOP രജിസ്റ്റർ ആയിട്ട്. അപ്പൊ ഇതില് SOPക്ക് വേണ്ട ഹെഡിങ്സ് ഒന്നുകൂടെ പറയാൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. SOPക്ക് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടെസ്റ്റ് വേണം, ടെസ്റ്റിന്റെ മെത്തഡോളജി വേണം. ടെസ്റ്റിന്റെ പ്രൊസീജിയർ ആണ് ബേസിക്കലി മെത്തഡോളജി ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റിന്റെ മെത്തഡോളജി തന്നെ ദ ഇൻസ്ട്രുമെന്റ്സ് ഓർ റിയേജൻസ് നീഡഡ് ഫോർ ദ ടെസ്റ്റ് നമ്മൾ സെപ്പറേറ്റഡ് ആ ഹെഡിങ്ങിനടി കാണിച്ചിരിക്കണം. പിന്നെ ടെസ്റ്റിന്റെ റിസൾട്ട് ഇന്റർപ്രിട്ടേഷനെ പറ്റി ഒരു ഹെഡിങ് എന്തായാലും വേണം. പിന്നെ ആ റിസൾട്ട് ഇന്റർപ്രിട്ടേഷൻ ഹെഡിങ്ങിൽ തന്നെ ടെസ്റ്റ് എപ്പോഴാണ് ഇൻവാലിഡ് ആവുന്നതെന്നും ടെസ്റ്റ് എപ്പോഴാണ് ക്രിട്ടിക്കൽ വാല്യൂസിനെ പറ്റിയും ഈ പറയുന്ന ടെസ്റ്റ് ഇന്റർപ്രിട്ടേഷന്റെ സ്ഥലത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. പിന്നെ വേണ്ടത് SOP is prepared by who, പിന്നെ SOP is authorized by who. അതായത് എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഡേറ്റും സിഗ്നേച്ചറും വേണം. ഈ പറയുന്ന SOPയുടെ ഹെഡറിൽ നമ്മുടെ സ്ഥാപനത്തിന്റെയോ ലാബിന്റെയോ പേരൂടെ ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് SOPയിൽ മിനിമം വേണ്ട കാര്യങ്ങൾ. കൂടുതൽ കാര്യങ്ങൾ വെച്ചാലും പ്രശ്നമൊന്നുമില്ല.